ഹലോ സ്റ്റുഡൻസ്, അറ്റോമിക് സ്ട്രക്ചറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഷേപ്പ് ഓഫ് ഓർബിറ്റൽസിനെ കുറിച്ചാണ്. അപ്പോൾ ഓർബിറ്റലുകളുടെ ഷേപ്പിനെ കുറിച്ച്, അവരെ നമുക്ക് ബൗണ്ടറി സർഫസ് ഡയഗ്രാം എന്ന് പറയാം. അപ്പോൾ ഓർബിറ്റൽസിന്റെ ഷേപ്സിനെ നമുക്ക് ബൗണ്ടറി സർഫസ് ഡയഗ്രാം എന്നും പറയാം. അപ്പം നമ്മൾ അതിനനുബന്ധമായിട്ട് മനസ്സിലാക്കുന്നു, മാക്സ് ബോൺ എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ സയന്റിസ്റ്റ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്: ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു പോയിന്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ വേവ് ഫംഗ്ഷന്റെ സ്ക്വയർ എടുക്കുന്നു, സൈ സ്ക്വയർ എന്ന് പറയും. ആ സൈ സ്ക്വയറിനെയാണ് നമ്മൾ പ്രോബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പം ദ സ്ക്വയർ ഓഫ് ദ വേവ് ഫംഗ്ഷൻ ഗീവ്സ് ദ പ്രോബിലിറ്റി ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ ദാറ്റ് പോയിന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു പോയിന്റിൽ ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യതയുള്ള ആ ഒരു റീജിയൻ, അതിനെയാണ് നമ്മൾ ഓർബിറ്റൽ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു പോയിന്റിനെ നമുക്ക് സൈ സ്ക്വയർ അല്ലെങ്കിൽ പ്രോബിലിറ്റി ഡെൻസിറ്റി കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ മാക്സ് ബോൺ എന്ന് പറഞ്ഞ സയന്റിസ്റ്റിന്റെ അഭിപ്രായ പ്രകാരം നമുക്ക് 1s 2s ഓർബിറ്റലുകളുടെ ഒരു സൈ സ്ക്വയർ വേഴ്സസ് ആർ ഡിസ്റ്റൻസ് ആണ്. ന്യൂക്ലിയസിൽ നിന്ന് ഇലക്ട്രോണിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആർ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ഡിസ്റ്റൻസ് ആർ, അത് നാനോമീറ്ററിൽ പറഞ്ഞിരിക്കുന്നു. അതും സൈ സ്ക്വയറും തമ്മിൽ നമ്മൾ 1s 2s ഓർബിറ്റലുകളുടെ ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് 1s ഓർബിറ്റലുകളുടെ ഗ്രാഫാണ് ഈ ആദ്യം ചിത്രത്തിൽ കാണാൻ പറ്റുന്നത്. രണ്ടാമത് 2s ഓർബിറ്റലിന്റെ കേസാണ്. അപ്പൊ നമ്മുടെ സൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഡെൻസിറ്റി വിച്ച് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആർ. ആർ ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ ഇലക്ട്രോൺ ഫ്രം ദ ന്യൂക്ലിയസ്. അപ്പൊ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഈ റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരുമ്പോഴനുസരിച്ച് ഈ റെഡ് ലൈനിൽ കാണിച്ചിരിക്കുന്നതാണ് ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് G0 ഒറിജിൻ ആണ് ന്യൂക്ലിയസ് എന്ന് ഇരിക്കട്ടെ. അപ്പം ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് വരുന്നതനുസരിച്ച് 1s ഓർബിറ്റലുകളുടെ കേസിൽ ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് വരുന്നതനുസരിച്ച് പ്രോബിലിറ്റി ഡെൻസിറ്റി അല്ലെങ്കിൽ സൈ സ്ക്വയർ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ 1s ഓർബിറ്റലുകളിൽ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഏരിയയിൽ ഏറ്റവും ഡെൻസ് ആയി ഇലക്ട്രോൺ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അതായത് പ്രോബിലിറ്റി ടു ഫൈൻഡ് ഇലക്ട്രോൺ ഈസ് മാക്സിമം വെൻ വി മൂവ് ടുവേഴ്സ് ദ ന്യൂക്ലിയസ്. അതാണ് ഈ 1s ഓർബിറ്റൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടുന്ന് റൈറ്റ് സൈഡിൽ നിന്ന് ഇടത്തേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഈ സൈഡിൽ കണ്ടോ സൈ സ്ക്വയർ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഈ ഗ്രാഫിന്റെ മീനിങ്. അതേസമയം നമ്മൾ 2s ഓർബിറ്റലിലേക്ക് വരുമ്പോൾ, 2s ഓർബിറ്റലിൽ നമുക്ക് ന്യൂക്ലിയസിന്റെ അടുത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു ചെറിയ പ്രൊജക്ഷൻ നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം വീണ്ടും ആ പ്രൊജക്ഷൻ 0യിലേക്ക് വരുന്നു, പിന്നെയും അത് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ 2s ഓർബിറ്റലിൽ നമുക്ക് ഒരു പീക്ക് ഏരിയ അല്ലെങ്കിൽ ഒരു പ്രൊജക്ഷൻ കാണാൻ പറ്റും. അതിനുശേഷം വീണ്ടും പ്രോബിലിറ്റി ഡെൻസിറ്റി ഈ ഒരു പോയിന്റിൽ 0 എന്ന് പറയാൻ പറ്റും. പ്രോബിലിറ്റി ഡെൻസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യത 0 ആവുന്ന ഏരിയ അല്ലെങ്കിൽ പ്രോബിലിറ്റി ഡെൻസിറ്റി 0 ആവുന്ന ഏരിയ. ഇപ്പോൾ ഈ ചിത്രത്തിൽ ഈ കാണുന്ന പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ പ്രോബിലിറ്റി ഡെൻസിറ്റി 0 ആണ്. അതിനെ നമുക്ക് നോഡ് എന്ന് വിളിക്കാം, നോഡ്. അപ്പൊ നോഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ കാണാനുള്ള സാധ്യത അല്ലെങ്കിൽ സൈ സ്ക്വയർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പൊ ആ പോയിന്റ് നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ ഒരു പീക്ക് ഏരിയയിലേക്ക് നമുക്ക് കാണാൻ പറ്റും. അവിടെ ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെയും അത് ഡിക്രീസ് ചെയ്യുന്നു, പ്രോബിലിറ്റി ഡിക്രീസ് ചെയ്ത് പിന്നെയും പോയിന്റ് 0യിലേക്ക് വരുന്നു. സൈ സ്ക്വയർ ഈ പോയിന്റിൽ 0 ആണ്. അതിനെ നമുക്ക് നോഡ് എന്ന് വിളിക്കാം. വേർ ദെയർ ഈസ് നോ പ്രോബിലിറ്റി ടു ഫൈൻഡ് ഇലക്ട്രോൺ. പിന്നെയും നമുക്ക് പ്രോബിലിറ്റി ന്യൂക്ലിയസിന് അടുത്തേക്ക് വരുന്നതനുസരിച്ച് പ്രോബിലിറ്റി ടു ഫൈൻഡ് ഇലക്ട്രോൺ അഥവാ സൈ സ്ക്വയറിന്റെ വാല്യൂ കൂടുന്നതായിട്ട് കാണാൻ പറ്റും. ഗ്രാഫ് പിന്നെ മുകളിലേക്ക് പോവാണ്. അപ്പൊ അതാണ് 2s ഓർബിറ്റൽസിന്റെ കേസ്. അപ്പൊ 2s ഓർബിറ്റൽസിൽ ന്യൂക്ലിയസിനടുത്ത് ഇലക്ട്രോൺ ഡെൻസിറ്റി ഉണ്ട്. പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്, ഇലക്ട്രോൺ ഇല്ലാത്ത ഒരു ഏരിയ ഉണ്ട്. അതിനെ നമുക്ക് നോഡെന്നോ നോഡൽ സർഫസ് എന്നോ വിളിക്കാം. അതിനുശേഷം വീണ്ടും ഇലക്ട്രോണിന്റെ പ്രോബിലിറ്റി കൂടുന്നു, ദെൻ വീണ്ടും 0 ആവുന്നു. അപ്പൊ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ചിന്തിക്കുകയാണെങ്കിൽ വീണ്ടും അത് 0 ആയിട്ട് വീണ്ടും ഒരു മാക്സിമം പ്രോബിലിറ്റി കാണിച്ച് ദെൻ ഡിക്രീസസ്, വീണ്ടും ഡിക്രീസ് ചെയ്ത് 0യിലേക്ക് പോകുന്നു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, 2s ഓർബിറ്റലിൽ രണ്ട് മേഖലകൾ, ന്യൂക്ലിയസിന് അടുത്ത് ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യതയുണ്ട്, പിന്നെ കുറച്ച് നേരത്തേക്ക് ഇലക്ട്രോണിനെ കാണുന്നില്ല, അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യതയുണ്ട്, പിന്നെ അങ്ങോട്ട് വീണ്ടും ഇലക്ട്രോണിനെ കാണുന്നില്ല. ആ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഗ്രാഫ് മനസ്സിലാക്കുന്നത്. ഇത് പറഞ്ഞ സയന്റിസ്റ്റാണ്. സൈ സ്ക്വയർ എന്ന് പറയുന്നത് ഒരു പോയിന്റിന്റെ ഇലക്ട്രോൺ ഡെൻസിറ്റിയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞ സയന്റിസ്റ്റാണ്, ജർമ്മൻ സയന്റിസ്റ്റാണ് മാക്സ് ബോൺ. ഇനി ഈ ഗ്രാഫിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബൗണ്ടറി സർഫസ് ഡയഗ്രാം 1s ഓർബിറ്റലിനും 2s ഓർബിറ്റലിനും വരച്ചിരിക്കുന്നതാണ് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത്. അതിലാദ്യം 1s ഓർബിറ്റലിന്റെ ബൗണ്ടറി സർഫസ് ഡയഗ്രാം ആണ് ഈ കാണുന്നത്. അപ്പൊ നമ്മളിവിടെ നോക്കുമ്പോൾ ഇറ്റ് ഹാസ് എ സ്പെറിക്കൽ ജോമെട്രി ഓർ സ്പെറിക്കൽ ഷേപ്പ്. ഇതൊരു സ്പെറിക്കൽ ഷേപ്പ് ആണ്. അപ്പം നമുക്ക് പൊതുവെ s ഓർബിറ്റലുകൾ എടുത്താൽ അവർ സ്പെറിക്കൽ ഷേപ്പ് ആണ് കാണിക്കുന്നത് എന്ന് പറയാൻ പറ്റും. സ്പെറിക്കൽ ഷേപ്പ് ആണ് s ഓർബിറ്റലുകളുടെ ഷേപ്പ് എന്ന് നമുക്ക് അടിവരയിട്ട് പറയാൻ പറ്റും. അപ്പൊ 1s ഓർബിറ്റലിന് ഒരു സ്പെറിക്കൽ ഷേപ്പ് ആണ്. അപ്പൊ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. അത് ഈ ഗ്രാഫിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. അതേസമയം നമ്മൾ 2s ഓർബിറ്റലിന്റെ ഷേപ്പിലേക്ക് വരുമ്പോൾ അവിടെ ആക്സിസുകളൊക്കെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്, x y ആക്സിസുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്.
അവിടെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണിനെ കാണാനുള്ള റീജിയൻ അല്ലെങ്കിൽ സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് യു ക്യാൻ സീ എ സ്പെറിക്കൽ ഷെൽ ഇൻസൈഡ് ദ സ്ട്രക്ചർ ഓഫ് 2s ഓർബിറ്റൽ. 2s ഓർബിറ്റലിന്റെ അകത്ത് നമ്മൾ ഷെയ്ഡ് ചെയ്യാതിരിക്കുന്ന അല്ലെങ്കിൽ ഡോട്ട് കാണാതെ, ഈ ബ്ലാക്ക് ഡോട്ടുകൾ കാണാതെ ഒരു നോൺ ഷെയ്ഡഡ് ഏരിയ, ഒരു സ്പെറിക്കൽ ഷെല്ല് നമുക്ക് കാണാൻ പറ്റും. അതാണ് നോഡൽ സർഫസ്, അഥവാ സിമ്പിൾ ആയിട്ട് നോഡ് എന്ന് പറയാം. ആ ഒരു ഏരിയ കാണിക്കുന്ന അവിടെ ഇലക്ട്രോൺ ഇല്ല. നമ്മൾ ഈ ഗ്രാഫുമായിട്ട് ചിന്തിക്കുമ്പോൾ 2s ഓർബിറ്റൽ ഈ ഒരു പോയിന്റിൽ വീണ്ടും സൈ സ്ക്വയർ അല്ലെങ്കിൽ പ്രോബിലിറ്റി ടു ഫൈൻഡ് ഇലക്ട്രോൺ 0 ആണ്. സൈ സ്ക്വയറിന്റെ വാല്യൂ 0 ആവുന്നു. ആ പോയിന്റിൽ ഇലക്ട്രോൺ ഇല്ല എന്നാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ വീണ്ടും താണ്ട ഈ ഒരു പീക്ക് ഏരിയ ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. ആ പീക്ക് ഏരിയ കാണിക്കുന്നത് ഈ ഒരു സ്പെറിക്കൽ ഷെല്ലിൽ നോഡൽ സർഫസിന് ശേഷമുള്ള ഇലക്ട്രോൺ കാണാനുള്ള സാധ്യതയുള്ള ഏരിയ ആണ്. അപ്പം 1s ഓർബിറ്റലിനെയും 2s ഓർബിറ്റലിനെയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ there is an important difference between the shapes or boundary surface diagrams of 1s and 2s orbitals. In 2s orbital there is a spherical shell. In that spherical shell there is no chance for finding electron. That is called a nodal surface. ആ സ്പെറിക്കൽ ഷെല്ലിൽ ഇലക്ട്രോൺ ഇല്ല, അവിടെ പ്രോബിലിറ്റി ഇല്ല. അതിനെയാണ് നമ്മൾ നോഡൽ സർഫസ് എന്ന് പറയുന്നത്. അത് ഈ ഗ്രാഫിൽ വളരെ വ്യക്തമാണ്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും 0 ആയിട്ട് പോകുന്നു. അപ്പം ഇങ്ങനെയാണ് നമുക്ക് 1sന്റെയും 2s ഓർബിറ്റലുകളുടെയും ഷേപ്പുകൾ കമ്പയർ ചെയ്ത് പറഞ്ഞാൽ. ഇവിടെ നമുക്ക് പറയാം 1s ആണെങ്കിലും 2s ആണെങ്കിലും 3s ആണെങ്കിലും പൊതുവെ s ഓർബിറ്റലുകളുടെ ഷേപ്പിനെ നമുക്ക് സ്പെറിക്കൽ ഷേപ്പ് എന്നാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പം കാര്യങ്ങളെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ചിത്രങ്ങളെയൊക്കെ നമ്മൾ പഠിച്ച് ഇരിക്കണം. ഉറപ്പായി അത് എക്സാമിനേഷൻ ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ 1s ഓർബിറ്റിലും 2s ഓർബിറ്റിലും 3s ഓർബിറ്റിലും നമ്മൾ s ഓർബിറ്റലുകളെ പൊതുവായിട്ട് എടുത്താൽ നമുക്ക് ഇങ്ങനെയും പറയാം, അവർ സ്പെറിക്കലി സിമെട്രിക്കൽ ആണ്. സ്പെറിക്കലി സിമെട്രിക്കൽ, സിമെട്രി ഏറ്റവും കൂടുതലുള്ള ഒരു രൂപമാണ് സ്പിയർ എന്ന് പറയുന്നത്. അപ്പൊ സ്പെറിക്കലി സിമെട്രിക്കൽ എന്ന് വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് സ്പിയർ ഷേപ്പ് എന്ന് വേണമെങ്കിലും പറയാം. അപ്പം ഇവിടെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നു. അപ്പൊ നോഡൽ സർഫസ് ആണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. നോഡൽ സർഫസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നോഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഡെൻസിറ്റി 0 ആവുന്ന പോയിന്റുകളാണ് നമ്മൾ നോഡൽ സർഫസ് എന്ന് പറയുന്നത്. ഇനി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ വെച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ നോഡിനെ അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രോൺ ഡെൻസിറ്റി, പ്രോബിലിറ്റി ടു ഫൈൻഡ് ഇലക്ട്രോൺ ഡെൻസിറ്റി സൈ സ്ക്വയർ 0 ആവുന്ന ആ നോഡിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നത്. രണ്ട് രീതിയിലാണ് നോഡിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒന്നാമത്തത് റേഡിയൽ നോഡ്, രണ്ടാമത്തത് ആംഗുലാർ നോഡ്. ഇതിന് പ്രത്യേക ഇക്വേഷൻസ് ഉണ്ട്, അതൊന്ന് മനസ്സിലാക്കാം നമുക്ക്. അപ്പൊ നോഡിനെ നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്തത് റേഡിയൽ നോഡ്, അടുത്തത് ആംഗുലാർ നോഡ്. അപ്പൊ രണ്ട് രീതിയിലാണ് നോഡിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, റേഡിയൽ നോഡും ആംഗുലാർ നോഡും. വളരെ പ്രധാനപ്പെട്ട രണ്ട് പാരാമീറ്റർ ആണ് റേഡിയൽ നോഡ് എന്ന് പറയുന്നതും ആംഗുലാർ നോഡ് എന്ന് പറയുന്നതും. വളരെ സിമ്പിൾ ആണ്. റേഡിയൽ നോഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഒരു ഇക്വേഷൻ ആണ് അതിനകത്ത് മനസ്സിലാക്കുന്നത്. അപ്പൊ റേഡിയൽ നോഡ് ഇക്വേഷൻ ഞാൻ ഇങ്ങോട്ട് എഴുതാം. അപ്പൊ നമ്പർ ഓഫ് റേഡിയൽ നോഡ്, റേഡിയൽ നോഡുകളുടെ എണ്ണം ഒരു ഓർബിറ്റലിനെ സംബന്ധിച്ച് റേഡിയൽ നോഡുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതിന് n-l-1 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിക്കുക. n എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, l എന്ന് പറഞ്ഞാൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ, 1 കോൺസ്റ്റന്റ് ആണ്. അപ്പൊ n-l-1 ദിസ് വാല്യൂ ഗീവ്സ് അസ് ദ നമ്പർ ഓഫ് റേഡിയൽ നോഡ്സ്. അതേസമയം ഒരു ഓർബിറ്റലിനെ സംബന്ധിച്ച് നമ്പർ ഓഫ് ആംഗുലാർ നോഡ്സ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് ആംഗുലാർ നോഡുകളുടെ എണ്ണം എടുക്കണമെങ്കിൽ വേറെ കാൽക്കുലേഷനും ഉണ്ട്. എൽ വാല്യൂ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, ടേക്ക് ദ വാല്യൂ ഓഫ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അപ്പൊ ആ ഒരു പർട്ടിക്കുലർ ഓർബിറ്റലിന്റെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ വാല്യൂ എടുത്താൽ മതി. അപ്പൊ റേഡിയൽ നോഡും ആംഗുലാർ നോഡുമാണ് ടോട്ടൽ നോഡ് എന്ന് പറയുന്നത്. അപ്പൊ റേഡിയൽ നോഡും ആംഗുലാർ നോഡും കൂടെ കൂട്ടുമ്പോൾ അപ്പൊ നമുക്കൊരു ഓർബിറ്റലിനെ ടോട്ടൽ നോഡ് നമുക്ക് കണ്ടുപിടിക്കാം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ n-l-1 അതുപോലെ തന്നെ l, ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ n-l-1 പ്ലസ് l, ഇത് രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് n-1 എന്ന് കിട്ടും. അപ്പൊ n-1 എന്നുള്ളതാണ് ഒരു ഓർബിറ്റലിനെ സംബന്ധിച്ച് അതിന്റെ നമ്പർ ഓഫ് നോഡ്സ്. ഈ നമ്പർ ഓഫ് നോഡ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ് റേഡിയൽ നോഡ് ആംഗുലാർ നോഡ് കൂട്ടുന്നതാണ്. ഇനി എക്സാമിനേഷന് സെപ്പറേറ്റ് ചോദിക്കുന്നു റേഡിയൽ നോഡ് എത്രയാണ് ആംഗുലാർ നോഡ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ റേഡിയൽ നോഡ് കണ്ടുപിടിക്കാനായിട്ട് n-l-1 ഉപയോഗിക്കാം. അതുപോലെ ആംഗുലാർ നോഡ് കണ്ടുപിടിക്കാനായിട്ട് l വാല്യൂ, അസിമുത്തൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ ഉപയോഗിക്കാം. രണ്ടുകൂടെ കൂട്ടിയാൽ ടോട്ടൽ നോഡുകളുടെ എണ്ണം n-1 ആണ്. അപ്പൊ നമ്മളിവിടെ 1s ഓർബിറ്റലുകളുടെ 1s ഓർബിറ്റും 2s ഓർബിറ്റലിന്റെയും ഈ ഇക്വേഷൻ അനുസരിച്ച് നമ്മളിപ്പോ 1s ഓർബിറ്റൽ എടുക്കുന്നു. 1s ഓർബിറ്റൽ എടുത്താൽ അതിന്റെ റേഡിയൽ നോഡ് ഞാനൊന്ന് കണ്ടുപിടിക്കാൻ പോകണം. റേഡിയൽ നോഡ് കണ്ടുപിടിക്കാനായിട്ട് n വാല്യൂ 1 ആണ്, n മൈനസ് എസിന്റെ l വാല്യൂ 0 ആണ്. n-l-1 that is 1 minus 0 minus 1 that is equal to 0.
അപ്പൊ നമുക്ക് പറയാം 1s ഓർബിറ്റലുകളുടെ റേഡിയൽ നോഡുകളുടെ എണ്ണം 0ആണ്. റേഡിയൽ നോഡുകൾ അതിനകത്തില്ല. ഇനി അടുത്ത 1s ഓർബിറ്റലിന്റെ തന്നെ ആംഗുലാർ നോഡ് ഞാൻ എടുക്കുന്നു. ആംഗുലാർ നോഡ്, അപ്പൊ ആംഗുലാർ നോഡ് എടുക്കുന്നു. അപ്പൊ L ആണ് ആംഗുലാർ നോഡ്. അപ്പൊ L എന്ന് പറഞ്ഞാൽ ഇവിടെ 0 ആണ്. അപ്പൊ നമുക്കൊരു കാര്യം പറയാം, 1s ഓർബിറ്റലിനെ സംബന്ധിച്ച് അതിന്റെ എല്ലാ ഭാഗത്തും ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യത ഒരേപോലെയാണ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, അല്ലെങ്കിൽ യൂണിഫോം ആയിട്ടുള്ള സാധ്യതകൾ പോസിബിലിറ്റി ഉണ്ട്. അവിടെ നോഡ് ഇല്ല, ഒരു തരത്തിലുള്ള നോഡും ഇല്ല, റേഡിയൽ നോഡും ഇല്ല, ആംഗുലാർ നോഡും ഇല്ല. അപ്പം റേഡിയൽ നോഡ് 0, ആംഗുലാർ നോഡ് 0. അതേസമയം നമ്മൾ 2s ഓർബിറ്റലിലേക്ക് വരുന്നു, അവിടെയും നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതുപോലെ ഏത് ഓർബിറ്റലിന്റെയും റേഡിയൽ നോഡും ആംഗുലാർ നോഡും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളപ്പോ 2s ഓർബിറ്റൽ എടുക്കുകയാണെങ്കിൽ റേഡിയൽ നോഡ് എടുത്തു കഴിഞ്ഞാൽ, റേഡിയൽ നോഡ് എടുത്താൽ n-l-1, അവിടുത്തെ 2sന് n വാല്യൂ, പ്രിൻസിപ്പൽ കോൺ നമ്പർ 2 ആണ്, L വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്, -1. അപ്പൊ 1 എന്ന ആൻസർ കിട്ടുന്നു. അപ്പൊ റേഡിയൽ നോഡ് 1 ആണ്, അവിടെ ഒരു നോഡ് ഉണ്ട്, റേഡിയൽ നോഡ് 1 ആണ്. പക്ഷെ ഇവിടെയും ആംഗുലാർ നോഡ് എന്ന് പറയുന്നത് L ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പം 2s ഓർബിറ്റലിൽ ഒരു റേഡിയൽ നോഡ് ഉണ്ട്, ആംഗുലാർ നോഡ് 0 ആണ്. അപ്പൊ ടോട്ടൽ നോഡുകൾ 1. അതാണ് ഈ നോഡൽ സർഫസ് ആയിട്ട് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത്. അപ്പൊ മനസ്സിലാക്കാം, 1s ഓർബിറ്റലിൽ നോഡുകളില്ല എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഇലക്ട്രോൺ ഒരുപോലെയാണ് കാണുന്നത് പോസിബിലിറ്റി. അതേസമയം 2s ഓർബിറ്റലിൽ ഒരു നോഡൽ സർഫസ് ഉണ്ട്, അപ്പൊ അതിനെയാണ് നമ്മൾ റേഡിയൽ നോഡ് എന്ന് പറയുന്നത്. അത് 1 ആണ്, ആംഗുലാർ നോഡ് 0 ആണ്. ഇത്രയും കാര്യങ്ങളാണ് 1s ഓർബിറ്റലും 2s ഓർബിറ്റലും തമ്മിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. അതിന്റെ ഷേപ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ്, അതുപോലെ തന്നെ ആ ഷേപ്സിനെയാണ് നമ്മൾ ബൗണ്ടറി സർഫസ് ഡയഗ്രംസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിനി അടുത്തതായി പി ഓർബിറ്റലുകളുടെ ബൗണ്ടറി സർഫസ് ഡയഗ്രാം ഒന്ന് പരിശോധിക്കാം. അപ്പൊ പി ഓർബിറ്റലുകളുടെ ഷേപ്പ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഡംബൽ ഷേപ്പ് ആണ്. അതുപോലെയാണ് നമ്മുടെ പി ഓർബിറ്റൽസ് നമുക്ക് ബൗണ്ടറി സർഫസ് ഡയഗ്രാം വരച്ചെടുക്കാൻ പറ്റുന്നത്. ഡംബൽ പോലെ ഇരിക്കുന്നു. അപ്പം അവിടെ നമ്മൾ ഒരു ഉദാഹരണമായിട്ട് 2p ഓർബിറ്റൽസ് ആണ് നമുക്ക് NCERT ടെക്സ്റ്റിൽ പഠിക്കാനുള്ളത്. 2pxന്റെയും 2pyയുടെയും 2pzന്റെയും ചിത്രമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെയാണ് എല്ലാ p ഓർബിറ്റൽസിന്റെയും ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പം അവിടെ നമുക്കൊന്ന് മനസ്സിലാക്കിയാൽ, ഇവിടെയാണ് നമ്മൾ 3 p ഓർബിറ്റലുകളുടെ സ്ട്രക്ചറുകൾ വരച്ചിട്ടുണ്ട്. 2px, 2py, 2pz. 2px എന്നുള്ളത് അതിന്റെ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എല്ലാ 3 സ്ട്രക്ചറുകളും ഡംബൽ ഷേപ്പാണ്, അല്ലെങ്കിൽ ബൗണ്ടറി സർഫസ് ഡയഗ്രാം ഡംബൽ പോലെയാണ് നമ്മൾ ഇരിക്കുന്നത്. 2px x ആക്സിസിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്, അതുപോലെ 2py y ആക്സിസിൽ വെച്ചിരിക്കുന്നു, 2pz നമ്മൾ z ആക്സിസിൽ വെച്ചിരിക്കുന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കണം, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഉള്ള ഇലക്ട്രോൺ റിച്ചസ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഏരിയ, ഇലക്ട്രോൺ കൂടിയ ഏരിയയാണ് നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. ആ ഏരിയ നമ്മൾ ലോബ് എന്ന് വിളിക്കുന്നത്. ലോബ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ലോബ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ കൂടുതൽ കാണപ്പെടുന്ന ഏരിയയാണ് നമ്മൾ ലോബ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് 2 ലോബുകളെ ഇടത്തും വലത്തുമായിട്ട് കാണാൻ പറ്റും. ഹിയർ ഓൾസോ 2pyയിലും നമുക്ക് 2 ലോബുകളെ കാണാൻ പറ്റും. ഇസഡിലും 2 ലോബുകളെ നമുക്ക് മുകളിലും താഴെയായിട്ട് കാണാൻ പറ്റും. അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ ഒറിജിൻ, ഈ ലോബുകൾക്ക് നടുക്കത്തെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് അത് നോഡാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നോഡ് എന്ന് പറഞ്ഞാൽ സൈ സ്ക്വയർ പ്രോബിലിറ്റി ടു ഫൈൻഡ് ഇലക്ട്രോൺ 0 ആയിരിക്കും, സൈ സ്ക്വയറിന്റെ വാല്യൂ 0 ആയിരിക്കും. അതിനെയാണ് നമ്മൾ നോഡ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഇവിടെ നോഡ് നമുക്ക് കാണാൻ പറ്റും, അതുപോലെ തന്നെ 2 സൈഡിലുമായിട്ട് നമുക്ക് ലോബുകളെ കാണാൻ പറ്റും. ഇവിടെയും ലോബ് ഉണ്ട്, ഇവിടെ ഇത് രണ്ടും ലോബാണ്. അതുപോലെ തന്നെ 2pzനും നമുക്ക് 2 ലോബ് പറയാൻ പറ്റും. നടുക്കത്തെ ആ മിഡ് പോയിന്റ് അഥവാ ഒറിജിൻ എന്ന് പറയുന്നത് അത് നോഡെന്നും പറയാം. അവിടെ ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യതയില്ല. അപ്പൊ നമുക്കിവിടെ ഇതിനെ നമുക്ക് ഡംബൽ ഷേപ്പ് എന്ന് പറയുന്നു. അത് ഉദാഹരണമായിട്ട് 2p ഓർബിറ്റൽസ് ആണ് പഠിക്കാനുള്ളത്. അപ്പൊ ഞാൻ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: 2px, 2py, 2pz. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ റേഡിയൽ നോഡ്, ആംഗുലർ നോഡ് ഒന്ന് പരിശോധിക്കാം. നമ്മുടെ കയ്യിൽ ഇപ്പൊ 2p ഓർബിറ്റൽസ് ഇരിപ്പുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം റേഡിയൽ നോഡ്. നമ്പർ ഓഫ് റേഡിയൽ നോഡ് കണ്ടുപിടിക്കുന്നു. നമുക്കറിയാം n-l-1. n എന്ന് പറഞ്ഞാൽ 2 ആണ്. അതുപോലെ തന്നെ L വാല്യൂ, p സബ്ഷെല്ലിന്റെ L വാല്യൂ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ നമുക്ക് റേഡിയൽ നോഡ് ഇവിടെ 0 എന്ന് പറയാം. അതുപോലെ തന്നെ ആംഗുലാർ നോഡിലേക്ക് വരുന്നു. നമ്പർ ഓഫ് ആംഗുലാർ നോഡ് L എന്നെടുക്കാം. നമ്പർ ഓഫ് ആംഗുലാർ നോഡ് L എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് പറയാൻ പറ്റും p ഓർബിറ്റൽസ് ആണ്, അല്ലെ p സബ്ഷെല്ലാണ്. p സബ്ഷെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 ആണ്. അപ്പൊ ഒരു ആംഗുലാർ നോഡിനെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പൊ നമ്പർ ഓഫ് റേഡിയൽ നോഡ് 0യും നമ്പർ ഓഫ് ആംഗുലാർ നോഡ് 1 ആണ് 2p ഓർബിറ്റലിനെ സംബന്ധിച്ച്. അതിപ്പോ 2pxനും അങ്ങനെ തന്നെ, 2pyക്കും അങ്ങനെ തന്നെ, 2pzനും അങ്ങനെ തന്നെ. അപ്പൊ നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് നോഡ്സ് ഇത് രണ്ടും കൂടെ കൂട്ടാം. റേഡിയൽ നോഡ് ആംഗുലാർ നോഡ് കൂട്ടുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് നോഡ് 1 കിട്ടും. അതാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്നത്. ഒരു നോഡ് വെച്ചാണ് ഇതിനകത്തെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ അതിനകത്ത് ആംഗുലാർ നോഡാണ് ഈ 1 എന്ന് പറയുന്നത്, റേഡിയൽ നോഡ് 0 ആയിരിക്കും. ഇത്രയുമാണ്. ദാറ്റ്സ് അബൌട്ട് ദ ബൗണ്ടറി സർഫസ് ഡയഗ്രാം ഓർ ഷേപ്പ് ഓഫ് p ഓർബിറ്റൽസ്. ഓക്കെ, ഇനി നമുക്കിവിടെ d ഓർബിറ്റൽസിന്റെ ബൗണ്ടറി സർഫസ് ഡയഗ്രാംസ് ഒന്ന് ശ്രദ്ധിക്കാം. അതായത് അവരുടെ ഷേപ്പിനെ കുറിച്ച് നോക്കുമ്പോൾ
നമ്മൾ ഡി ഓർബിറ്റൽസിന്റെ ഷേപ്പിനെ നമ്മൾ കഴിഞ്ഞ ദിവസം ഓർബിറ്റൽസിന്റെ സ്റ്റഡി ചെയ്തപ്പോൾ പറഞ്ഞത് അവർക്ക് ഡബിൾ ഡംബൽ ഷേപ്പാണ്, 2 ഡംബൽ വരുന്നതാണ് ഡി ഓർബിറ്റൽസിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. സോ നമുക്ക് അതിലേക്ക് ഒന്ന് പോവാം. മൊത്തം 5 ഡി ഓർബിറ്റൽസ് ഉണ്ട് നമുക്കറിയാം. ഡി എക്സ് വൈ, ഡി എക്സ് സെഡ്, ഡി വൈ സെഡ്, ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ, ഡി സെഡ് സ്ക്വയർ, ഇങ്ങനെ 5 ഡി ഓർബിറ്റൽസ് ആണ് നമ്മൾ പഠിച്ചത്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കുന്നു, ഇവിടെ ഈ 5 ഡി ഓർബിറ്റൽസിനെ നമുക്ക് വേണമെങ്കിൽ 2 സെറ്റായിട്ട് മാറ്റാം. അതിൽ 3 എണ്ണം ഡി എക്സ് വൈ, ഡി എക്സ് സെഡ്, ഡി വൈ സെഡ്, ഈ 3 എണ്ണത്തിന് സ്ക്വയർ റെപ്രസെന്റേഷൻസ് ഇല്ല. അടുത്ത അവസാനത്തെ എണ്ണത്തിന് ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ, ഡി സെഡ് സ്ക്വയർ, അതിൽ സ്ക്വയർ ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഡി എക്സ് വൈയെ, ഡി എക്സ് സെഡിനെ, ഡി വൈ സെഡിനെ ഒരു കാറ്റഗറി ആക്കാം. അവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ 4 ലോബുകൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഡി എക്സ് വൈയിലും ഡി എക്സ് സെഡിലും ഡി വൈ സെഡിലും അവരുടെ 2 ഡംബൽസും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇൻ ബിറ്റ്വീൻ ദ ആക്സസ് ആണ്, ആക്സസിന്റെ ഇടയ്ക്കാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഈ ബ്ലൂ ഇങ്കിൽ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം ഇൻ ഡി എക്സ് വൈ, ഡി എക്സ് സെഡ്, ഡി വൈ സെഡ്, ദ ലോബ്സ് ആർ പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ ദ ആക്സസ്. അപ്പൊ ആക്സസിന്റെ ഇടയ്ക്കാണ് അവരുടെ ലോബ്സിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അതിലൂടെ മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നോഡ് എന്ന് പറയും. അവിടെ ഇലക്ട്രോൺ ഡെൻസിറ്റി 0 ആണ്. അപ്പം ഇൻ ഡി എക്സ് വൈ, ഡി എക്സ് സെഡ്, ഡി വൈ സെഡ്, ദ ലോബ്സ് ആർ പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ ദ ആക്സസ്. പ്ലെയിൻസിലാണ് എക്സ് വൈ, ഇവിടെ ഡി എക്സ് വൈ എടുക്കുമ്പോൾ എക്സ് വൈ പ്ലെയിനിലാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. അതുപോലെ എക്സ് സെഡ്, വൈ സെഡ്. അതേസമയം നമ്മൾ ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഡി ഓർബിറ്റൽസിനെ നമ്മൾ നോക്കുമ്പോൾ ദ ലോബ്സ് ആർ പ്ലേസ്ഡ് ഇൻ ദ ആക്സസ്. ആക്സിസിൽ തന്നെയാണ് അവിടെ ലോബ് ഇരിക്കുന്നതെന്ന് കാണാൻ പറ്റും. അവിടെയും ഡബിൾ ഡംബൽ ഷേപ്പ് ആണ്. ഇവിടെ ശ്രദ്ധിക്കണം, ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയറിൽ എക്സ് ആക്സിസിൽ ഒരു ഡംബലും വൈ ആക്സിസിൽ ഒരു ഡംബലും. അതേസമയം ഡി ഇസഡ് സ്ക്വയർ ഓർബിറ്റലിലേക്ക്, അതിന്റെ ഷേപ്പിലേക്ക് വരുമ്പോൾ ഒരു ഡംബൽ എന്ന് പറയുന്ന ഇസഡ് ആക്സിസ് തന്നെയും അടുത്ത ഡംബൽ അതിന് തൊട്ട് മുകളിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ ഇലക്ട്രോണിക് റിപ്പൽഷൻ ഫാക്ടർ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇലക്ട്രോൺസ് ആണ് ലോബുകളിൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ ഡംബൽ എന്ന് പറയുന്നത് ഒന്ന് ചുരുങ്ങി അതിന് ചുറ്റും ഇങ്ങനെ ഒരു റിങ് പോലെ കാണപ്പെടുന്നു. അതാണ് ഡി ഇസഡ് സ്ക്വയർ എന്ന് പറഞ്ഞ ഓർബിറ്റൽസിന്റെ ചിത്രത്തിന്റെ പ്രത്യേകത. അപ്പൊ ഇത് ഇസഡ് ആക്സിസ് ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നു. ഏത് വേണമെങ്കിലും ഇസഡ് ആക്സിസ് ആയിട്ട് എടുക്കാം. മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് ഇരുന്നാൽ മതി. എക്സും വൈ ഇസഡും നമ്മൾ ചൂസ് ചെയ്യുന്ന പോലെ ഇരിക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ അവസാനം പറഞ്ഞ ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയറും ഡി ഇസഡ് സ്ക്വയർ ഓർബിറ്റലിന്റെ ഷേപ്പ് അല്ലെങ്കിൽ അവരുടെ ലോബ്സ് ഇരിക്കുന്നത് ഇൻ ദ ആക്സിസ് ആണ്. അപ്പൊ ലോബ്സ് ആർ ഇൻ ദ ആക്സിസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഇങ്ങനെ 5 ഡി ഓർബിറ്റൽസിനെ മനസ്സിലാക്കാം. പൊതുവേ നമ്മൾ ഡി ഓർബിറ്റൽസിന്റെ ഷേപ്പ് പറയുമ്പോൾ ദേ പൊസസ് ഡബിൾ ഡംബൽ ഷേപ്പ് എന്ന് പറയാൻ പറ്റും. ഇത്രയാണ്. അപ്പം ഡി എക്സ് വൈ, ഡി എക്സ് സെഡ്, ഡി വൈ സെഡ്, ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ, ഡി സെഡ് സ്ക്വയർ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ മനസ്സിലാക്കാം. ഡി എക്സ് സ്ക്വയർ ഇവിടെ ഒരു ഹൈഫൻ ആണ്, മൈനസ് അല്ല. അതിപ്പോ വായിക്കുന്ന ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ എന്ന് തന്നെയാണ്. അപ്പൊ നമ്മളിവിടെ പ്രധാനപ്പെട്ട 3 ഓർബിറ്റൽസിന്റെ ഷേപ്പ് മനസ്സിലാക്കി. എസ് ഓർബിറ്റൽസ് അവർക്ക് സ്പെറിക്കലി സിമെട്രിക്കൽ ആണ്, അല്ലെങ്കിൽ സ്പെറിക്കൽ ഷേപ്പ് ആണ്. 1s ഓർബിറ്റലും 2s ഓർബിറ്റലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി. നോഡ് എന്താണെന്ന് മനസ്സിലായി, ലോബ് എന്താണെന്ന് മനസ്സിലായി. നോഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഇല്ലാത്ത, ഇലക്ട്രോണിന്റെ ഡെൻസിറ്റി, ഇലക്ട്രോണിന്റെ പ്രോബിലിറ്റി 0 ആയ ഏരിയാസിനെയാണ് നമുക്ക് നോഡ് എന്ന് പറയാൻ പറ്റുന്നത്. 2 തരത്തിലുള്ള നോഡുണ്ട്, ആംഗുലാർ നോഡും റേഡിയൽ നോഡും. ആംഗുലാർ നോഡ് കണ്ടുപിടിക്കുന്നത് എൽ വാല്യൂ ആണ് എടുക്കുന്നത്. റേഡിയൽ നോഡ് കണ്ടുപിടിക്കുന്നതിന് n-l-1 എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ പി ഓർബിറ്റൽസ്, പി എക്സ്, പി വൈ, പി സെഡ് ഓർബിറ്റലുകളുടെ ഡംബൽ ഷേപ്പ് മനസ്സിലാക്കി. അതുപോലെ 5 ഡി ഓർബിറ്റൽസിന്റെ ഡബിൾ ഡംബൽ ഷേപ്പ് മനസ്സിലാക്കി. അതിൽ 3 എണ്ണത്തിന് സ്ക്വയർ ഇല്ലാത്ത ഡി എക്സ് വൈ, ഡി എക്സ് സെഡ്, ഡി വൈ സെഡ് എന്ന് പറഞ്ഞ 3 ഓർബിറ്റലുകളിൽ അവരുടെ ലോബ്സ് ഇരിക്കുന്നത് ദേ ആർ പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ ദ ആക്സിസ്, ഇൻ പ്ലെയിൻസ് ഇൻ ബിറ്റ്വീൻ ദ ആക്സിസ് എന്ന് വേണമെങ്കിൽ പറയാം. സ്ക്വയർ ഉള്ള 2 പേര് ഡി എക്സ് സ്ക്വയർ വൈ സ്ക്വയർ, ഡി സെഡ് സ്ക്വയർ, ഇതേപോലെ അവരുടെ ലോബ്സ് ഇരിക്കുന്നത് ഇൻ ദ ആക്സിസ്, ആക്സിസിൽ തന്നെയാണ്. ഇക്കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. സെക്കൻഡ് ഇയറിലെ ചില ചാപ്റ്ററുകളൊക്കെ പഠിക്കുന്നതിന് നമുക്ക് ഷേപ്പ് ഓഫ് ഡി ഓർബിറ്റൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നന്നായിട്ട് പഠിക്കുക, വീഡിയോ വീണ്ടും വീണ്ടും കാണുക, നോട്ട്സ് ഒക്കെ തയ്യാറാക്കി നന്നായിട്ട് പഠിക്കുക. ഓക്കെ.